ഹലോ ഗായ്സ്, അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല വെയിലൊക്കെയാണ് പുറത്ത്. മോളെ പിടിച്ചുകൊണ്ടിരാൻ വേണ്ടിയിട്ട് വെയിലത്ത് ഇറങ്ങി കാലൊക്കെ പൊള്ളി ഇങ്ങനെ അച്ഛനും ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയിക്കുക. അപ്പോൾ ഇതാ പുതിയ എന്താ പറയുക, നമ്മൾ സ്റ്റെപ്പും ഇടുന്ന ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് മുറ്റൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നൊക്കെ കരുതി. ഞങ്ങൾ മുറ്റത്ത് ചാണകം കേട്ടോ തേക്കാറ്. അപ്പോൾ അതൊക്കെ വെയിലുകൊണ്ടിട്ട് പൊളിഞ്ഞിരുന്നു. അപ്പോൾ അതാ നമ്മുടെ അയൽവാസികൾ ഓടും കല്ലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ട് ഇരിക്കണേനൊക്കെ. അപ്പം ഞങ്ങൾ എന്തായാലും മോള് ഓടും കാര്യങ്ങളൊക്കെ കാൽമക്കും കൈമക്കൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ. ഞങ്ങൾ അവിടെ പച്ച കവറുകൊണ്ട് ഇങ്ങനെ വലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ബോറും ഉണ്ടാവില്ല, മോളെ സേഫ്റ്റി ആക്കുകയും ചെയ്യാം. അപ്പോൾ അത് ആ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ആൾ വെള്ളത്തിൽ സ്റ്റീമിങ് ചെയ്യട്ടോ. പുഴുങ്ങിയെടുക്കണം അതിന് രാത്രിയും രാവിലെയൊക്കെ വെള്ളത്തിൽ കയറി ആ ബക്കറ്റ് കയറി അങ്ങനെ ഇരിക്കും. അപ്പോൾ അടിച്ചോരി ഇതാക്കണം. അമ്മ ആ ചാണകം തേച്ചതിന് പൊടിഞ്ഞതൊക്കെ ഇങ്ങനെ കത്തിയോണ്ട് ചുരണ്ടിയിടുന്നു. അപ്പം ഞാൻ വെള്ളമൊക്കെ തളിച്ച് ഒന്ന് അടിച്ചോരി സെറ്റാക്കി എടുക്കുകയാണ്. അതിന് ശേഷം ഇതാ വെയിലത്തോടെ തന്നെയാണ് ഇവിടെ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇതാണ് കഥ. എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തോണ്ടി കളിക്കുകയാണ്. അപ്പോൾ ചെടിയൊക്കെ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇവിടേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യാനും സെറ്റാക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പുല്ലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അങ്ങനെ ചെറിയ പണികൾ നാളത്തേക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ചെടി ഇവിടെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുള്ളും പച്ച കളറായിട്ട്. അപ്പോൾ ദാ ഒരു ചെടി കൂടെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളല്ല പല കാര്യങ്ങളൊക്കെ നോക്കും ചെയ്യുകയൊക്കെ വേണമല്ലോ. കുട്ടീൻ്റെ ഒപ്പം മണ്ടണം, ഉള്ളിലേക്ക് പോകണം, അങ്ങനെയൊക്കെ. അപ്പോൾ അച്ഛന് വത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊന്തണമൊന്നുമില്ല, എന്നാലും ഏറ്റി നിൽക്കുകയാണ്. കാരണം ആൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരാൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കിട്ടുമോ അന്വേഷിച്ചാണ് തോന്നുന്നുണ്ട് കാക്ക. അപ്പോൾ ദാ വത്തക്ക മുറിക്കാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ റെഡിയാക്കി കൊടുന്നവരും എൻ്റെ കുട്ടി. അപ്പോൾ ദാ വത്തക്കൊക്കെ കഴിച്ച് റെഡിയായി. ഞാൻ ഇതാ പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ഐസ് വെള്ളം ഒഴിച്ചിട്ട് വത്തക്ക ഇങ്ങനെ ഇതാക്കിയിട്ട് കുടിക്കണം. അപ്പോൾ ഇതാ നമ്മളെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അതാ ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുന്നു, ഷോർട്ട് വീഡിയോസ് ഇട്ടുന്നു. കണ്ടവർക്ക് അറിയാം. അപ്പോൾ അതാ ഒരു ഫിൽറ്റർ ഇല്ലാണ്ട് രക്ഷപ്പെട്ടു എന്ന് അറിയാം. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഫിൽറ്റർ ഭഗവാനോട് നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര